ദശകം 8 പ്രളയവർണ്ണനം. വൃത്തം ശാലിനി. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ഭ്രമേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയഃ ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. മഹാപ്രളയം കഴിഞ്ഞാൽ അടുത്ത കൽപ്പം തുടങ്ങുകയായി. മഹാപ്രളയം ബ്രഹ്മാവിൻ്റെ രാത്രിയും അതു കഴിഞ്ഞാൽ അടുത്ത പകലിൻ്റെ തുടക്കവുമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ഒരു പകലാണ് 1000 ചതുർയുഗങ്ങൾ. 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. അപ്പം ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അന്ത്യത്തിലുള്ള ആദ്യത്തേതായ ബ്രഹ്മകൽപ്പത്തിൽ അങ്ങയിൽ നിന്ന് ജന്മം ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും അങ്ങയിൽ നിന്നു തന്നെ വേദങ്ങളെ ലഭിച്ചിട്ട് മുമ്പത്തെ കൽപ്പത്തിൽ ഉണ്ടായിരുന്നതിനു തുല്യമായ സൃഷ്ടിയെ ചെയ്തു. ശ്ലോകം 2. വൃത്തം വസന്തതിലകം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ചരജനിർബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയമാഹുരഥോസ്യ രാത്രിം. ബ്രഹ്മാവ് 1000 ചതുർയുഗങ്ങളടങ്ങിയ പകലുകളെയും അത്ര തന്നെ ദൈർഘ്യമുള്ള രാത്രികളെയും എത്രയോ അധികം കഴിച്ചിട്ടുണ്ട്. തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളോടുകൂടി അദ്ദേഹം അങ്ങയിൽ ലയം പ്രാപിച്ചിട്ട് നിദ്ര കൊള്ളുന്നു. അതിനാൽ ബ്രഹ്മാവിൻ്റെ രാത്രി സമയത്തെ നൈമിത്തിക പ്രളയമെന്നു വിളിക്കുന്നു. അസ്മാദൃശാം പുനരഹർമുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവപ്രസാദാത് പ്രാഗ്ഭ്രാമകൽപജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധനസമാസ്തി തഥാപി സൃഷ്ടിഃ. ബ്രഹ്മാവ് ഓരോ ദിവസവും അങ്ങയുടെ അനുഗ്രഹം ഹേതുവായിട്ട് നമ്മളെപ്പോലെയുള്ളവരുടെ പ്രഭാതകർമ്മങ്ങളുടേതിനു തുല്യമായ സൃഷ്ടിയെ നടത്തുന്നു. ആ സമയത്ത് മുമ്പുള്ള കൽപ്പത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചിരഞ്ജീവികളായവർക്ക് ഉറങ്ങി ഉണരുന്നതിന് തുല്യമായ പുനർജനനം ഉണ്ടാകുകയും ചെയ്യുന്നു. നാം ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് നടത്തുന്ന പ്രഭാത കൃത്യങ്ങൾ പോലെയാണ് ഓരോ കൽപ്പാരംഭത്തിലും ബ്രഹ്മാവ് സൃഷ്ടികർമ്മം ചെയ്യുന്നത്. പഞ്ചാശതബ്ദമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തതേ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദിനാവതരണേ ച ഭവദ്വിലാസാൻ. ബ്രഹ്മാവ് ഇപ്പോൾ 50 ബ്രഹ്മവർഷങ്ങൾ കൂടി ചേർന്നതും തൻ്റെ ആയുസ്സിൻ്റെ പകുതിയുമായ ഒരു പരാർദ്ധത്തെ കടന്ന് വർത്തിക്കുന്നു. അല്ലയോ ഭഗവൻ, ബ്രഹ്മകൽപ്പത്തിൻ്റെ അവസാന രാത്രിയിൽ സംഭവിച്ചവയും പിന്നത്തെ ദിവസമായ ആത്മകൽപ്പത്തിലെ ആരംഭത്തിൽ സംഭവിച്ചവയുമായ അങ്ങയുടെ ലീലകളെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറയണ് 2 പരാർദ്ധങ്ങൾ ചേർന്നത്, അതായത് ഒരു 100 ബ്രഹ്മവർഷങ്ങൾ ചേർന്നതാണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം. ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ അർദ്ധത്തിലെ 1-ാം കൽപ്പമായ ബ്രഹ്മകൽപ്പത്തിൻ്റെ അന്ത്യത്തിലും രണ്ടാമത്തെ കൽപ്പമായ പാത്മകൽപ്പത്തിൻ്റെ ആദ്യത്തിലും സംഭവിച്ച ഭഗവത് കഥകളാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കാൻ പോകുന്നത്. ദിനാവസാനേധ സരോജയോനിഹി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ജഡരം സമീയുഃ തദേതമേ കാർണവമാസ വിശ്വം. അതിൽ പിന്നെ മുമ്പത്തെ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ ബ്രഹ്മാവ് ഉറങ്ങുവാൻ ആഗ്രഹിച്ചുകൊണ്ട്
അങ്ങയിൽ വിലയം പ്രാപിച്ചു. ലോകങ്ങളെല്ലാം തന്നെ അങ്ങയുടെ ജഠരത്തെ പ്രാപിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഈ വിശ്വം മുഴുവനും ജലം മാത്രമായി ഭവിച്ചു. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ ശ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. പ്രളയമായപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ ശയ്യയായ ആദിശേഷന്മേൽ യോഗനിദ്രയിലാണ്ടു എന്നു സാരം. ആദിശേഷൻ അഥവാ അനന്തൻ വിഷ്ണു അംശം തന്നെ. അങ്ങനെ ഭുവനം മുഴുവനും ജലം മാത്രം ശേഷിച്ച സ്ഥിതിയെ പ്രാപിച്ചപ്പോൾ ആനന്ദം നിറഞ്ഞ ജ്ഞാനമാത്രമാകുന്ന രൂപത്തോടുകൂടിയവനും സ്വന്തം യോഗനിദ്രയാൽ അടയാളപ്പെടുത്തിയ സ്വരൂപത്തോടുകൂടിയവനുമായ അങ്ങാകട്ടെ അങ്ങയുടെ തന്നെ മറ്റൊരു രൂപമായ സർപ്പരാജാവായ ആദിശേഷൻ എന്ന മെത്തയിന്മേൽ ശയിച്ചു. കാലാക്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാംനാ. പ്രളയത്തിൻ്റെ ആദിയിൽ എല്ലാ ശക്തികളും ലയിച്ചു കിടക്കുന്നവനും എല്ലാ ജീവജാലങ്ങളുടെയും ഇരിപ്പിടവുമായ അങ്ങ് പ്രളയം അവസാനിക്കുമ്പോൾ ഉണർത്തുക എന്നിങ്ങനെ കാലമെന്ന ശക്തിയെ ആജ്ഞാപിക്കുന്നവനായി സുഷുപ്തിയെ പ്രാപിച്ചു. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാക്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രാബോധയത്വാം കില വിശ്വനാഥ. ഇപ്രകാരം 1000 ചതുർയുഗകാലം ഏകനായ അങ്ങ് ഉറങ്ങിയിരിക്കെ അല്ലയോ ലോകൈകനാഥ, കാലമെന്ന ശക്തി ആദ്യം ഉണർന്നതിനു ശേഷം അങ്ങയെ ഉണർത്തിയത്രേ. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മതയാ നിജാന്ധ സ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. അല്ലയോ കാരണജലത്തിൽ പള്ളികൊള്ളുന്നവനെ, അങ്ങുണർന്നിട്ട് സമസ്ത ലോകങ്ങളും വിലയം പ്രാപിച്ചതായി കണ്ടിട്ട് സൂക്ഷ്മരൂപനായി തൻ്റെ തന്നെ അന്തർഭാഗത്തു സ്ഥിതി ചെയ്യുന്ന ആ സമസ്ത വസ്തുക്കളിലും ദൃഷ്ടിയെ വ്യാപരിപ്പിച്ചു. തതസ്ത്വദീയാദയിനാഭിരന്ദ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. അലയോ ഭഗവൻ, അതിൽ പിന്നെ ലയിച്ചു കിടക്കുന്ന സമസ്ത വസ്തുക്കളുടെയും സൂക്ഷ്മാവസ്ഥയെ ധരിക്കുന്നതും വിടരാതെ മൊട്ടായി തന്നെ ഇരിക്കുന്നതും ആയ തേജോമയമായ ആ ദിവ്യപത്മം അങ്ങയുടെ നാഭീപത്മത്തിൽ മുളച്ചു പൊങ്ങി. തദേതദംബൂരുഹ കുട്മളം തേ കളേബരാത്തോയപഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭിഃ സ്വധാമഭിർദ്വാന്തമലം നികൃന്ദത്. അപ്രകാരമുള്ള ആ താമരമുട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ അങ്കുരിച്ച് വെള്ളത്തിൻ്റെ മേൽഭാഗത്ത് പൊങ്ങി വന്ന് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സ്വന്തം തേജസ്സിനാൽ ഇരുട്ടിനെ അകറ്റി ഭഗവാന്റെ നാഭിയിൽ നിന്നുത്ഭവിച്ച് മൊട്ടായി പുറത്തേക്ക് വന്ന് പൂവായി വിരിഞ്ഞ് ജലത്തിനുമീതെ പ്രത്യക്ഷമായ ആ ദിവ്യമായ താമരപ്പൂവ് സ്വന്തം പ്രഭാപൂരത്താൽ അന്ധകാരത്തെ ദൂരീകരിച്ചു. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സപത്മജന്മാ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖില വേദരാശിഃ. ഇതളുകൾ നന്നായി വിടർന്നതും അത്യന്തം അത്ഭുതാവഹമായതും അങ്ങയുടെ പ്രഭാവത്താൽ വഹിക്കപ്പെട്ടതുമായ ആ താമരപ്പൂവിൽ
പ്രകാശിക്കുന്ന സർവവേദ സമൂഹത്തോടുകൂടിയവനും പത്മജനെന്നു പ്രസിദ്ധനാമമുള്ളവനുമായ ആ ബ്രഹ്മാവ് സ്വയം ആവിർഭവിച്ചു. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്ദിവാതാലയവാസ വിഷ്ണു. അല്ലയോ പരമാത്മസ്വരൂപിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പരിലസിക്കുന്നവനുമായ മഹാവിഷ്ണു, ആ പാത്മകൽപ്പത്തിൽ ഇപ്രകാരം ഉത്ഭവിപ്പിക്കപ്പെട്ട ബ്രഹ്മാവിനോടു കൂടിയവനും അതിരറ്റ മാഹാത്മ്യമുള്ളവനുമായ അങ്ങ് എൻ്റെ രോഗസമൂഹത്തെ തടഞ്ഞാലും. ശ്രീഹരയേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം.